ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയൊരു ഡിഷ് പരിചയപ്പെടാം. വേറൊന്നല്ല, ഉണക്ക മാന്തളും പച്ച പയറും വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഡിഷ് തയ്യാറാക്കുന്നത്. അത് അമ്മയാണ് നമുക്കിത് വെച്ച് തരുന്നത്. കാരണം മീനിൻ്റെ പരിപാടികളൊക്കെ മൊത്തം അമ്മയാണ് നമ്മുടെ വീട്ടിൽ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അമ്മയാണ് നമുക്കിന്ന് വെച്ച് തരുന്നത്. അപ്പോൾ ആദ്യം പയറെടുത്ത് കുനുകുനുന്നെ അരിയായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. ഞാൻ കുറച്ച് ലോങ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി കുനുകുനുന്നെ അരിയുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നമ്മൾ വേവാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളിത് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് തന്നെ വേവിച്ചോളൂ കേട്ടോ. കാരണം പയറ് വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അത് നമ്മുടെ പയർ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. പയറിട്ടിട്ട് നന്നായി തിളയ്ക്കുന്നുണ്ട്. നന്നായി തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ പയർ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി മണികൾ കൂടുതൽ കിട്ടുന്ന പയർ സെലക്ട് ചെയ്യുക കേട്ടോ. തൊലി അധികം വേണ്ട. അതായിരിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. എനിക്ക് അങ്ങനത്തെ പയർ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അത് വേവുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ല അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. പയർ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നല്ല ആഡ് ചെയ്തിട്ട് നല്ല ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ കറി എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. കട്ടിക്ക് വേണമെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ട. അല്ല കുറച്ച് ഒന്ന് ലൂസായിട്ട് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനും അമ്മയും കൂടിയിട്ട് നാട്ടുവർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ. അത് കഴിഞ്ഞു ഇതാ നമ്മുടെ അരിപ്പൊക്കെ അരച്ച് ചേർത്തത് ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണക്ക മാന്തൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മാന്തൽ ഞാൻ ആദ്യം തന്നെ നേരേക്ക് വെച്ചിട്ടുണ്ട്. ഉണക്കലായിട്ടുള്ള എല്ലാ മീനുകളും കഴുകുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ നേരേക്കുന്നതിന് മുന്നേ ശേഷം നന്നായി വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ കുതിരായിടണം കേട്ടോ. എന്നാലേ അതിൻ്റെ ഉപ്പ് നന്നായിട്ട് പോയി കിട്ടുള്ളൂ. ചിലവർ കഞ്ഞിര വെള്ളത്തിലിട്ടിട്ടും അതിൻ്റെ ഉപ്പ് കളയാറുണ്ട്. അപ്പോൾ തിളച്ച് നല്ല ഈ മാന്തളൊക്കെ വെന്തതിന് ശേഷം നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു സവാള എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വറുത്തിട്ട് ഇതിലേക്ക് ഇടണം. അതാണ് അടുത്ത ഘട്ടം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. ആ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ വറുത്തിടുക. അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പറയുക, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയുടെ ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഒരു മണത്തിന് വേണ്ടിയിട്ട് വറക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇതിലേക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നോക്കിയാൽ മതി കേട്ടോ. കാരണം ഉണക്കലായതുകൊണ്ട് എത്രത്തോളം ഉപ്പ് നമ്മുടെ കറിയിലേക്ക് വന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി ആരും മറക്കരുത്. ഓക്കെ, താങ്ക് യു.